അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ റബ്ബി സിദ്നി ഇൽമ. ആമീൻ. ഞാനിന്ന് തൗബാനെ കുറിച്ച് കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്. പ്രത്യേക മനുഷ്യനിൽ നിന്നും തെറ്റ് സംഭവിക്കുന്നു, പക്ഷേ അതിലേക്ക് തൗബയുണ്ട്. ആ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അതിൽ 3 കാര്യം ആവശ്യമാണ്. ഒന്നാമത്തേത് അതിൽ നല്ല ഹൃദയം കൊണ്ട് പശ്ചാത്താപിക്കലാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നദുമു തൗബ, നദാമത്തി തൗബയാണ്, അതായത് പശ്ചാത്താപം അത് തൗബയാണ്. രണ്ടാമത്തേത് തൗബ ചെയ്യുമ്പോൾ മനസ്സിൽ ഉറപ്പ് വരുത്തുക, ഇനി മുതൽ ഞാൻ ഈ തെറ്റ് ചെയ്യൂല, ഞാൻ ഇനി ഈ തെറ്റിൽ നിന്ന് ദൂരം നിൽക്കും. മൂന്നാമത്തേത് കൽബിൽ തെറ്റിനെ കുറിച്ച് ഒരു വെറുപ്പ് ഉണ്ടാവാം. ഈ തെറ്റ് കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ കോപം എൻ്റെ മുകളിൽ ഉണ്ടായി, അള്ളാഹ് എന്നോട് ദേഷ്യം വന്നു എന്ന് മനസ്സിലുണ്ടാവാം. ഈ 3 കാര്യം തൗബയിൽ ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം, ഓ ആദമിൻ്റെ മകനെ, നീ ഏതുവരെ എന്നോട് മാഫ് ചോദിക്കുന്നുവോ അതുവരെ ഞാൻ നിന്നിലേക്ക് മാഫ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ എത്ര വേണമെങ്കിലും ദുൽമ ചെയ്തിട്ട് വാ, ഇടി ആകായ ഭൂമിൻ്റെ അത്ര വേണമെങ്കിലും നീ തെറ്റ് ചെയ്തിട്ട് വാ, വല ഉബാലി, എനിക്കത് ഒരു വിഷയമേ അല്ല, ഞാൻ നിനക്ക് മാഫ് ചെയ്യാം. നീ നേരായ പശ്ചാത്താപം കൊണ്ട് എന്നിലേക്ക് തിരിച്ചു വാ, ഞാൻ നിനക്ക് മാഫ് ചെയ്യാം. വല ഉബാലി, ഐ ഡോണ്ട് കെയർ, എനിക്കത് ഒരു വിഷയമേ അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹു കാരുണ്യനാണ്. നാം പ്രതി ദിവസം പ്രതി ഒരു കാര്യം ചെയ്യുമ്പോൾ നാം പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവൻ റഹ്മാനും റഹീമുമാണ്. ഒരാൾ 99 ആൾക്കാരെ കൊന്നു. എന്നിട്ട് തൗബ അന്വേഷിച്ചു കൊണ്ട് ഒരു നല്ല ആബിദിനടുക്കൽ പോയിട്ട് ചോദിച്ചു, എനിക്ക് തൗബ കിട്ടുമോ, ഞാൻ 99 ആൾക്കാരെ കൊന്നിട്ടുണ്ടോ? അപ്പോൾ ആ ആബിദായ ആൾ പറഞ്ഞു, ഇല്ല, നിനക്ക് തൗബ കിട്ടൂല. അപ്പോൾ അയാളെയും കൊന്നു. അങ്ങനെ 100 പേരെ അയാൾ കൊന്നു. പിന്നീട് അയാൾ ഒരു ആലിമിനെ അന്വേഷിച്ചു കൊണ്ടുപോയി, എനിക്ക് തൗബ കിട്ടുമോ, ഞാനിങ്ങനെ 100 പേരെ കൊന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നീ ഈ നാട് വിട്ടു പോകണം, നീ ഈ നാട് വിട്ട് കാണുന്ന ആ നാട്ടിലേക്ക് നീ പോകണം. എന്നു പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ എല്ലാവരും വെറും ബെടക്ക ആൾക്കാരാണ്, അവിടെ നിങ്ങൾക്ക് പോയാൽ നല്ല ആൾക്കാർ കിട്ടും, അതുകൊണ്ട് നീ ഈ നാട് വിട്ട് ആ നാട്ടിലേക്ക് പോകണം.